നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രചരണത്തിന് ഇന്ന് കേരളത്തിൽ ഏതൊരു പ്രമുഖ നേതാവ് ഇറങ്ങിയാലും പ്രചരണം കുളമാക്കാൻ ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടാകും. ഏറ്റവും ഒടുവിൽ ശശി തരൂർ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഭാഗത്ത് പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ ശശി തരൂരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രചരണ സമയമല്ല അല്ലാതെ ഹോൺ അടിച്ചത് കൂടിപ്പോയി ഇഷ്ടപ്പെടാതെ രണ്ട് യുവാക്കൾ, CPM ബന്ധമുള്ള രണ്ട് യുവാക്കൾ ശശി തരൂരിൻ്റെ ഗൺമാനെ കയ്യേറ്റം ചെയ്യുകയും ശശി തരൂരാണ് എന്ന് കണ്ട ഉടനെ തന്നെ ആവേശഭരിതമായി അവർ ശശി തരൂരിനെ അസഭ്യം വിളിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് ഈ രമേശ് പിഷാരടിയെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിന് ഒരു ഭാഗത്തേക്ക് ഇറക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കടത്തിവിടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്ന ധർമ്മടത്തും സമാനമായ സംഭവ വികാസങ്ങൾ കോൺഗ്രസ് പ്രതിനിധിക്ക് ഉണ്ടാകുന്നു. കളിച്ച പ്രധാനമന്ത്രിയോടും അതേ കളി കളിക്കാമെന്ന് ചിലർ വിചാരിച്ചിരുന്നു. ആ പ്ലാൻ 8 നിലയിൽ പൊട്ടുകയും SPG അടക്കമുള്ള സംഘം അത് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കുകയും ചെയ്തതിന് പിന്നാലെ പോലീസ് അയാളെ തൂക്കിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പെപ്പർ സ്പ്രേയുമായി യുവാവിനെ കണ്ടെത്തി. യുവാവിനെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം. കൽപ്പാളയം ജംഗ്ഷൻ ഭാഗത്ത് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന സ്പ്രേ കുപ്പി ബോംബ് സ്ക്വാഡ് കണ്ടെത്തിയത്. തുടർന്ന് കരമന പോലീസ് സ്റ്റേഷനിലേക്ക് യുവാവിനെ മാറ്റുകയായിരുന്നു. സ്പ്രേ സഹോദരിക്ക് നൽകാനായി കൊണ്ടുവന്നതാണെന്നാണ് ഇയാൾ പറഞ്ഞതായി പോലീസ് അറിയിച്ചത്. എന്നാൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ്. അതുമല്ലാതെ ഇതെന്തെങ്കിലും ഗൂഢാലോചനയുടെ പിന്നാലെ ഇയാൾ ചെയ്തതാണോ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. അതീവ സുരക്ഷാ മേഖലയിൽ സ്ഫോടക വസ്തുക്കളോ മറ്റ് ആയുധങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ബോംബ് സ്ക്വാഡാണ് യുവാവിന്റെ പക്കൽ നിന്ന് സ്പ്രേ കുപ്പി കണ്ടെത്തിയത്. തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സുരക്ഷാ വലയം ഭേദിച്ചാണ് യുവാവ് സ്പ്രേയുമായി എത്തിയത് എന്നത് സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിട്ടുണ്ട്. കൽപ്പാളയം ജംഗ്ഷനിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ പരിശോധിച്ചപ്പോഴാണ് കൈവശം പെപ്പർ സ്പ്രേ ഉണ്ട് എന്ന് വ്യക്തമായത്. ഉടൻ തന്നെ ഇയാളെ കരമന പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയരാക്കി. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോകുന്ന അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള മേഖലയിൽ ഇത്തരമൊരു വസ്തുവുമായി എത്തിയത് എന്തിനാണ് എന്ന കാര്യത്തിൽ പോലീസ് ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട്. യുവാവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാളുടെ മുൻകാല ചരിത്രവും ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിച്ചു വരുന്നു. ഇനി മുഖ്യമന്ത്രിയെ പോലും വധിക്കാനുള്ള നീക്കമായിരുന്നോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ജീവന് പോലും ആപത്താകുന്ന നീക്കമായിരുന്നോ ഉണ്ടായത് എന്ന ചോദ്യവും ഉയരുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും സംഭവത്തെക്കുറിച്ച് സംസ്ഥാന പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കിയിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെത്തി യുവാവിനെ നേരിട്ട് ചോദ്യം ചെയ്തു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇതിനെയും അതീവ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. യുവാവിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയതായാണ് വിവരം. ഇയാൾ താമസിക്കുന്ന സ്ഥലത്തെ ആളുകളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആസൂത്രിതമായ നീക്കമാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്ന് വ്യക്തമാക്കാൻ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി വേണമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. റോഡ് ഷോയിൽ പങ്കെടുത്തവരിൽ പലരും യുവാവിനെ തടഞ്ഞു വെച്ചതായും വിവരമുണ്ട്. അസ്വാഭാവിക പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. അതായത് ഇയാൾ മോദി വരും എന്നറിഞ്ഞപ്പോൾ മോദിയെ എന്നാ പിന്നെ കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞ ആവേശഭരിതമായി നിൽക്കുകയായിരുന്നു. മാത്രമല്ല, ഒരു അസ്വാഭാവികത അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് തന്നെ തോന്നിയിരുന്നു. അതിന് പിന്നാലെയാണ് സമാനമായ രീതിയിൽ ഇയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ നാട്ടുകാരാണ് ഇടപെട്ട് ഈ ഒരു കാര്യം ചെയ്തത്. എന്തായാലും ഇയാളുടെ ഒരു അസ്വാഭാവിക സ്വഭാവം ഒക്കെ തന്നെ മനസ്സിലാക്കിയ നാട്ടുകാർ തന്നെ കൃത്യമായി ഇടപെടുകയായിരുന്നു. യുവാവിന്റെ ഫോൺ രേഖകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സൈബർ സെൽ പരിശോധിച്ചു വരികയാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടായ സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ നടക്കാനിരിക്കുന്ന VIP സന്ദർശനങ്ങളിൽ നിയന്ത്രണം കടുപ്പിക്കാനാണ് സാധ്യത. മാത്രമല്ല, ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെ തന്നെ ശശി തരൂരിന് നേരെ ഉണ്ടായ ആക്രമണം, ഇതിനു മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2-3 സംഭവ വികാസങ്ങൾ ഇത്തരത്തിൽ പ്രചരണ വേളയിൽ പ്രവർത്തകർക്ക് നേരെയും രാഷ്ട്രീയക്കാർക്ക് നേരെയും നേതാക്കന്മാർക്ക് നേരെയും ഉണ്ടാകുന്ന ഈ ഒരു ആക്രമണം അത്ര നല്ലതല്ല എന്ന് വ്യക്തമാക്കുന്നു. അതിനെതിരെ തീർച്ചയായും നടപടി ഉണ്ടാകുമെന്നും വ്യക്തമാവുകയാണ്. ഇവിടെ കണ്ടല്ലോ ബൈപ്പാസ് കൊണ്ടിട്ട് 27 പിള്ളേരെ 1 കിലോമീറ്ററിനകത്ത് 5 സിഗ്നൽ ചുറ്റുപാടുള്ള റോഡൊക്കെ നോക്കിയോ അത് ഉണ്ടാവണല്ലോ. എന്നുവെച്ചാൽ നമുക്കൊരു മാറ്റം എന്തായാലും ഒരു അനിവാര്യമാണ്. മാറ്റം വേണം. ഇവിടെ ഒരു തരംഗം ഉണ്ടാകണം.
വേറൊന്നുകൊണ്ടല്ല, ഇവിടെ മോദിജിയുടെ ഭരണം വരണം. ഇവിടുത്തെ ഈ LDF-ന്റെ സർക്കാർ കാണിച്ചേക്കുന്ന രീതികളും, ഞാൻ ഒരു ചെത്തുതൊഴിലാളിയാണ്. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ PF-ലെ പൈസ പോലും ഞാൻ ഒരു മോട്ടിക്ക് അറിയാമോ, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം പോലും ഇനിയും BJP-യിലേക്കാണ്, മുഴുവൻ BJP-യിലാണ്. 10 വർഷമായിട്ട് 20 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നവരൊന്നും നമ്മുടെ നാടിന് വേണ്ടി ഒരു വികസനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അവർക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇടതുപക്ഷം കാരണം ഇരിക്കുന്നു. പക്ഷേ അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. മോദിജിയുടെ വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ ഭരണം ഉണ്ടാവുമെന്ന് വിശ്വസിക്കും. രണ്ടു കൂട്ടരും മാറി മാറി ഭരിച്ചില്ലേ, കേരളം ഒരു വഴിക്കായില്ലേ. ഈ BJP ഭരിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അഭിമാനത്തോടു കൂടി ഇന്ന് ഇവിടുന്ന് പോകുന്ന ഓരോ വ്യക്തികളും ഇന്ന് അഭിമാനത്തോടു കൂടി നരേന്ദ്രമോദിയുടെ പേരിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഓരോ കിസാൻ സമ്മാൻ നിധി അനുസരിച്ചാണെങ്കിലും ജൻ ഔഷധി പദ്ധതി അനുസരിച്ചാണെങ്കിലും നമ്മുടെ സാധാരണക്കാർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനെല്ലാം പേര് മാറ്റി ഓരോ തരത്തിലാക്കിക്കൊണ്ട് ഇടതും വലതും മാറി ഭരിച്ച് നാട് മുടിച്ച് നശിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ച് മോക്കും മരുമോനും ഒക്കെയുള്ള വികസനങ്ങളായി നടക്കുന്നത്. ലോകാരാധ്യനായ ആ പ്രധാനമന്ത്രിയുടെ ആ വികസനങ്ങൾ ലോകരാഷ്ട്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാം ശ്രദ്ധ ഇന്ത്യയാണ്. ഏതൊരു പ്രശ്നം വന്നാലും ഇന്ത്യയാണ് ഉറ്റുനോക്കുന്നത്. അവരെന്ത് പറയുന്നു അത്രയ്ക്ക് വന്നിരിക്കുക. പിന്നെ നമ്മുടെ നാട്ടിലെ, അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം രാഷ്ട്രീയത്തിന്റെ മറ്റൊരു കളിയാണ്. വികസനമല്ല, രാഷ്ട്ര വികസനമല്ല, മറ്റൊരു കളിയിൽ അവരിങ്ങനെ തുറപ്പിച്ചിട്ടുകൊണ്ടിരിക്കുക. അതിനെ തിരിച്ചറിയുന്നില്ല സാധാരണക്കാരുണ്ടോ? ഈ LDF UD അഡ്ജസ്റ്റ്മെന്റ് ഇവർ മാറണം, ശരിക്കും മാറണം. വികസനം വരട്ടെന്നേ. ഈ പറയുന്ന ക്യാമറ നിങ്ങൾക്കും അറിയാം, ചോദിക്കാൻ ചേട്ടനും അറിയാം, നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷേ ഇവിടെ എന്തോ ഒരു അജണ്ടയാണ്. BJP-യോട് വളർത്തല്ലെന്ന്. ഇത് മാറും. തരംഗം ഉണ്ടാവണം, നല്ല നേട്ടമുള്ളൂ. തരംഗം മാറണം, BJP കാരണം നമുക്ക് ലക്ഷ്യം ഉണ്ടാവും. മോഡി തരംഗം ഉണ്ടാവണമല്ലോ, അതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഒരു മാറ്റം വേണം തിരുവല്ലയ്ക്ക്, കേരളത്തിന് ഒരു മാറ്റം ഉണ്ടാവണം. അടുത്തൊരു 5 വർഷക്കാലം കഴിയുമ്പോൾ NDA ഇവിടെ കേരളത്തിൽ ഭരിച്ചിരിക്കും, അത് ഉറപ്പാണ്. ആള് വരുന്ന കാണുമ്പോൾ അറിയത്തില്ലേ, മോഡി തരംഗം തന്നെയുണ്ട് കേരളത്തിൽ, എന്താ സംശയമുണ്ട്. ഈ പ്രാവശ്യം നല്ല രീതിയിൽ കൂടുതൽ സീറ്റുകൾ NDAക്ക് കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് ജനങ്ങളുടെ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് കൂടെയുണ്ട്. ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ആളുകൾ. നാളുകളായി വന്നിട്ടുള്ള ഈ ഇടതു വലത് പക്ഷത്തിൻ്റെ അവരുടെ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാക്കിയിരിക്കുന്ന മോശപ്പെട്ട ഒരവസ്ഥ മുഴുവൻ അഴിമതിയല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവം ഇപ്രാവശ്യം ഇലക്ഷനിൽ നിശ്ചയമായിട്ടും പ്രതിഫലിക്കും. ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടത്തില്ല, തൂക്കുമന്ത്രിസഭയായിരിക്കും വരുന്നത്. അപ്പോൾ NDA ഒരു നിർണായക ശക്തിയായി മാറും, അതിനകത്ത് ഉറപ്പാണത്. അനൂപ് ആന്റണി ജയിക്കണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും ആവശ്യം. ഞങ്ങളുടെ തിരുവല്ല ഏറ്റവും നല്ലൊരു സ്ഥലമായി മാറണം. തീർച്ചയായിട്ടും 100% പ്രതീക്ഷ നൽകുന്നതാണ്. ഈ ഭരണ സംവിധാനം മാറണം. ഇത് മാറിയാലേ നമുക്ക് നമ്മുടെ ഈ ഭരണം മാറണം. എന്നാൽ ദൈവത്തെ വരെ കൊള്ളയടിക്കുന്നവർ നമ്മളെ സാധാരണക്കാരെ കൊള്ളയടിക്കത്തില്ലെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് LDF UDF ഇവിടുന്ന് മാറിയാൽ മാത്രമേ നമുക്ക് ഐശ്വര്യം ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ഇത് അനിവാര്യമാണ്. അനൂപ് ആന്റണി ജയിച്ചിരിക്കണം, തീർച്ചയായിട്ടും. ഗോതമ്പ്, പഞ്ചസാര, വെളിച്ചെണ്ണ, ആട്ട ഇതെല്ലാം കൊടുത്താൽ പറയും പിണറായി വിജയന്റെ ആണ്. പാവം അപ്പൂപ്പൻ കൊടുക്കുന്ന ആർക്കും കേൾക്കാനില്ല, ഒരു ചാനലുകാരും അത് പറയുകയില്ല. ഗ്യാസ് ഫ്രീ, 3000 രൂപ വീതം കൃഷിക്കാർക്ക്, ഇതെല്ലാം കിസാന്റെ പൈസ, ഇതെല്ലാം മോദി കൊടുക്കുന്നുണ്ട്. മോദിയൊന്നും കൊടുക്കുന്നില്ല. എല്ലാ രാജ്യങ്ങളും അങ്ങനെ അംഗീകരിക്കാമെങ്കിൽ കേരളത്തിന് എന്നെ അംഗീകരിക്കാൻ വയ്യാത്ത. എൻ്റെ പ്രതീക്ഷ മോദി കേരളത്തിൽ വിജയും, താമര. ഞങ്ങളുടെ ആന്റണി ജയിക്കും. എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞ ഒരു 10 സീറ്റെങ്കിലും പിടിക്കും. അത് കൂടുതൽ എനിക്കറിയത്തില്ല. കഴിഞ്ഞ കാലങ്ങളെക്കാട്ടിലൊക്കെ കാരണം നല്ല ഒരു മെച്ചമായിട്ടുണ്ട്. അതിനാണ് അവരെല്ലാവരും കൂടുതലായിട്ട് ഇവിടെ വരുന്നുകൊണ്ടിരിക്കുന്നത്. തിരുവല്ല നല്ല വോട്ട് പിടിക്കുകയും ചെയ്യും. ജയിക്കാൻ ഒരു 100% നടക്കുന്നുണ്ട്. ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മാറ്റങ്ങൾ ഉണ്ടാകാനല്ലേ മോദി വരുന്നത്. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. പല മാറ്റങ്ങളുണ്ടാകും. ആ, തീർച്ചയായിട്ടും തിരുവല്ലയിൽ 100% അനൂപ് ജയിച്ചിരിക്കും.